യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. 138 സങ്കീർത്തനം 8 വാക്യം. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. 57 സങ്കീർത്തനം 2 വാക്യം. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1 4 വാക്യം. നോക്കുക, എത്രയെത്ര അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദാനങ്ങളാണ് ദൈവം നമുക്ക് തിരുവചനത്തിൽ കൂടി നൽകിയിരിക്കുന്നത്. നാം നമ്മുടെ കാര്യങ്ങളെ ദൈവം നടത്തിത്തരുവാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങളെല്ലാം നന്നായി നടത്തി നല്ലൊരു സമാപ്തി ദൈവം ഒരുക്കിത്തരും എന്ന ആത്മവിശ്വാസം നമുക്കുണ്ടാകണം. ഒരു ദൈവദാസന്റെ ഒരേ ഒരു പശു ഉണ്ടായിരുന്നത് ചത്തുപോയി. തൻ്റെ ഭാര്യ തന്നോട് ചോദിച്ചു, ഇനി നാം എന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾക്ക് എവിടെ നിന്ന് പാൽ കൊടുക്കും? അതിനാ ദൈവദാസൻ മറുപടി പറഞ്ഞത്, ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല, എന്നാൽ ദൈവം എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പാൽ ആവശ്യമാണ്, അത് ദൈവം നടത്തിത്തരും. അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു തരുമെന്ന് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നു. എങ്കിലും ദൈവമാദ്യോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ മനുഷ്യന് കഴിയുന്നില്ല. നമ്മുടെ പ്രവൃത്തികൾക്ക് തുടക്കം കുറിക്കുവാൻ നാം ദൈവത്തെ അനുവദിക്കുന്നുവെങ്കിൽ അതെങ്ങനെ, എപ്പോൾ, എവിടെ കൊണ്ടവസാനിപ്പിക്കണമെന്ന് ദൈവത്തിന് നന്നായി അറിയാം. 1992 ബാഴ്സലോണയിൽ നടന്ന സമ്മർ ഒളിമ്പിക്സിലെ 400 മീറ്റർ ഓട്ട മത്സരത്തിനായി മത്സരക്കാർ ട്രാക്കിൽ സ്ഥാനം പിടിച്ചു. അതിൽ ഡെറിക് റെഡ്മോണ്ട് എന്ന ഓട്ടക്കാരനുമുണ്ടായിരുന്നു. ഓട്ട മത്സരത്തിനുള്ള വെടിപൊട്ടി. എല്ലാവരും ഓട്ടം തുടങ്ങി. ഫിനിഷിംഗ് പോയിന്റിന് ഏതാണ്ട് 250 മീറ്റർ അകലെ വെച്ച് ഡെറിക്കിൻ്റെ കാലിൽ പെട്ടെന്ന് അതിഭയങ്കരമായൊരു വേദന വന്ന് താൻ ട്രാക്കിൽ വീണു. ഓട്ടത്തിൽ 1-ാം സ്ഥാനം കിട്ടുമെന്ന വളരെ പ്രതീക്ഷയോടെ ആണ് താൻ ഓടിയത്. താൻ ട്രാക്കിൽ വീണ് കിടക്കുന്ന വേളയിൽ തനിക്ക് മനസ്സിലായി, അടുത്ത നിമിഷം തന്നെ എടുത്തു കൊണ്ടുപോകുവാൻ മെഡിക്കൽ ടീം സ്ട്രെച്ചറുമായിട്ട് വരുമെന്ന്. തനിക്കൊരു നിർണായകമായ തീരുമാനമെടുത്തേ മതിയാകുകയുള്ളൂ. സ്ട്രെച്ചറിൽ കിടന്ന് താൻ ട്രാക്കിൽ നിന്നും പോയാൽ അതൊരു പരിതാപകരമായ അവസ്ഥയായിരിക്കും. താൻ ഇങ്ങനെ ചിന്തിച്ചു, കാലിന് വേദനയാണെങ്കിലും ഞാൻ എഴുന്നേൽക്കും, എനിക്കെൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കണം. ഡെറിക് ട്രാക്കിൽ നിന്നും എഴുന്നേറ്റ് ഞൊണ്ടി ഓടുവാൻ ആരംഭിച്ചു. ഈ സമയം സ്റ്റേഡിയത്തിൻ്റെ ഗാലറിയിൽ നിന്നും ഒരാൾ ട്രാക്കിലേക്ക് ഓടി വന്നു. സെക്യൂരിറ്റിക്കാർ ആ ആളെ തടയുവാൻ ശ്രമിച്ചുവെങ്കിലും അവരെയൊക്കെ തള്ളി മാറ്റി ആ മനുഷ്യൻ വേദന കൊണ്ട് ഓടുന്ന ഡെറിക്കിൻ്റെ അടുക്കൽ വന്നു. ഡെറിക്കിനോട് ചോദിച്ചു, മോനെ, നീ എന്താണ് ചെയ്യുന്നത്? ഡെറിക്ക് പറഞ്ഞു, ഡാഡ്, എനിക്കെൻ്റെ ഓട്ടം തികയ്ക്കണം. ട്രാക്കിൽ ഡെറിക്കിൻ്റെ അടുക്കൽ ഓടി വന്നത് മറ്റാരുമല്ലായിരുന്നു, തൻ്റെ സ്വന്തം പിതാവായിരുന്നു. ആ പിതാവ് ഡെറിക്കിനോട് പറഞ്ഞു, നിന്റെ തീരുമാനം അതാണെങ്കിൽ നീ അത് ചെയ്യുക, നമുക്കൊരുമിച്ച് ഓടി ഫിനിഷ് ചെയ്യാം. അത് പറഞ്ഞിട്ട് ആ പിതാവ് തൻ്റെ മകനെ തൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചു. അവർ ഒരുമിച്ചോടി. ഗാലറിയിലുണ്ടായിരുന്ന ഏതാണ്ട് 65,000 വരുന്ന കാണികൾ എല്ലാവരും എഴുന്നേറ്റ് ഈ കാഴ്ച കണ്ടു. അവർ ഒരുമിച്ച് അങ്ങനെ ആ ഓട്ടം ഓടി ഫിനിഷ് ചെയ്തു. ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ വിശ്വാസയാത്രയിൽ പ്രതീക്ഷിക്കാത്ത വീഴ്ചകളുണ്ടാകാം. എന്നാൽ വീണയിടത്ത് നിന്നും എഴുന്നേൽക്കുവാൻ നമുക്ക് മനസ്സുണ്ടോ? അങ്ങനെയെങ്കിൽ സ്വർഗീയ പിതാവിൻ്റെ ബലമുള്ള കരം നമ്മുടെ മേൽ നിശ്ചയമായും നീട്ടപ്പെട്ടിരിക്കും. അവൻ നമ്മെ എത്തേണ്ട ഫിനിഷിംഗ് പോയിന്റിൽ നമ്മെ കൊണ്ടെത്തിക്കുന്നവനാണ്.
പാട്ടുകാരനോടൊപ്പം നമുക്കും ഇന്ന് ഇങ്ങനെ പറയാം: ഐ ആം സ്ട്രോങ് when I am on your shoulders. You raise me up to more than I can be. Have a blessed day.